ഗൈസ് വെൽക്കം ബാക്ക്. എയർ ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതാ നമ്മൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെയാ കിടിലൻ സ്ഥലമാണ്. 1000 ഏക്കറിൽ കുറേ സൂര്യകാന്തി പൂക്കൾ വരുന്നുണ്ട്. പയ്യന്മാർ കൈ കാണിക്കണം. എൻ്റെ തന്നെ മക്കളെ ഒക്കെ ടാറ്റ ഹെൽമെറ്റ് വെച്ചിട്ട് എന്നെ മനസ്സിലാക്കി. നമ്മുടെ വിജയം. സോ ഗൈസ് ഇങ്ങനെ പോക്കോട്ടെ. മാമി ശരി. ഇതാണ് ഗൈസ്, ഞാൻ ഹെൽമെറ്റും വെച്ച് എൻ്റെ മാസ്ക് വെച്ചിട്ട് പോലും അവരെൻ്റെ കണ്ണ് വെച്ച് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. യു നോ ഐ ആം ദ എയർ ആകാശ്. ഇതാ ഇടിച്ചാൽ കിട്ടാണ്ടല്ലോ, മാറാ പോവാ അങ്ങോട്ടാ. സോ ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങിയ സമയം എന്ന് വെച്ചാൽ 4:30 സമയമാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും കോളേജും സ്കൂളൊക്കെ വിടുന്ന സമയമാണ്. അപ്പോഴത്തേക്കും കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കത് വിഷയമല്ല. സോ ഗൈസ് നമ്മൾ നെയ്യാറ്റിൻകര വഴിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിൽ ആദ്യം ഒരു ക്ഷേത്രമുണ്ട്, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മൾ അതുവഴിയാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒരു വ്യൂ ഇട്ട് നോക്കി നിങ്ങൾ. കണ്ട ഓ സീനല്ലേ, നല്ല രസമുണ്ടല്ലേ. സോ ഗൈസ് അങ്ങനെ നമ്മളിവിടെ നേരെ ഇങ്ങനെ വന്നതിന് ശേഷം ഈ നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിൽ കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഇവിടെ വെച്ചാൽ പോലീസ് സ്റ്റേഷനിലല്ല, പോലീസ് ഓപ്പോസിറ്റ് ഉണ്ട്. പോലീസിനെ ഒന്നും കണ്ടായിരുന്നു, ദേ നിൽക്കുന്നുണ്ട്. നമുക്കൊന്നും വിഷയമല്ല. ഇതാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പ് അല്ലേ? യെസ്, നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പാണ്. പിന്നെ നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പിൽ നമ്മൾ വന്ന സമയം നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾമോസ്റ്റ് 4:30 ആയപ്പോൾ തന്നെ കളക്ഷൻ എടുക്കാൻ വേണ്ടി പയ്യന്മാരെ ബഹളമാണ്. കുറേ എണ്ണം ഇഷ്ടംപോലെ പയ്യന്മാരുള്ളത്. ഇത് ആരാടാ ഇതൊക്കെ? സോ ഗൈസ് അങ്ങനെ ഇഷ്ടംപോലെ പയ്യന്മാർ ഇവിടെ നിൽപ്പുണ്ട്, കളക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മൾ പോകുന്നത് അതിനല്ല, നമ്മൾ ടോപ്പിൽ നിന്ന് വെന്നി മാറുന്നു. നമ്മൾ നേരെ പോവുകയാണ്. ഇത് നമ്മൾ ഇവിടെ കയറിയപ്പോൾ ചെറിയൊരു തണുപ്പടിച്ച കേട്ടോ, ഒരു കോട പോലെ അടിച്ചാണ്. പക്ഷെ അതല്ല, അവിടെ ആരെ പോച്ച് കിട്ടുകയാണ്. അങ്ങനെ ഇങ്ങനെ ദേഹത്തൂടെയൊക്കെ വീണാണ്, പുകയൊക്കെ അതൊക്കെയാണെന്നല്ല. നമ്മൾ നേരെ യാത്ര തുടരുന്നു. നല്ല വ്യൂ അല്ലേ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇത് തോന്നി, ഒരു എന്താ പറയുക, ഒരു ഗ്രാമീണ ഭംഗി. ശ്യാമസുന്ദര കിടകിടാര ഭൂമി അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയാണ്. നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് പറഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയിട്ടില്ല. നമ്മൾ ഈ സകല വളവൊക്കെ വളഞ്ഞ് പോവുകയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റോഡ് അടിപൊളി റോഡാണ്, ഒരു വിഷയ റോഡാണ്. കാര്യം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഒരു കുഴിയോ കട്ടറോ ഒന്നുമില്ല. ഇവിടുത്തെ MLA ആണോ, ഇവിടുത്തെ പ്രസിഡൻ്റ് ആണോ, മന്ത്രിയാണോ, ഇവിടുത്തെ ആരായാലും കിടിലം ആളാണ്, ഒന്നും പറയില്ല. കാര്യം ഇവിടുത്തെ റോഡ് അടിപൊളി റോഡാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റോഡ്. സോ ഗൈസ് നമ്മൾ പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എത്തിയാറായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്താറായി എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ ഓൾമോസ്റ്റ് 2-3 വളമൊക്കെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ ഇട്ടുതരുന്നതിന് കാര്യം, നിങ്ങളിത് കണ്ടുവരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം മനസ്സിലാവണം ഏത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു ചെറിയ സംഭവം കാണിച്ചു തരുന്നത്. ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എനിക്ക് പറഞ്ഞൊരു ഗൈസ്, ബാക്കി ഇരിക്കുന്നതിന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും പറഞ്ഞില്ല. അവനാണെങ്കിൽ മാപ്പ് നോക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ. സോ ഗൈസ് ഇത് നമ്മൾ കറക്റ്റ് കാഞ്ഞിരംകുളത്തിൻ്റെ ഒരു ഭാഗമാണ് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫ്രണ്ട് അങ്ങ് പൊക്കി അകത്തങ്ങ് വിടണം. അതാണ്ട് അപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാഞ്ഞിരംകുളം വഴിയാണ് നിൽക്കുന്നത് കേട്ടോ. നെയ്യാറ്റിൻകര വഴി കറങ്ങി നേരെ ബൈപ്പാസ് കയറി, ബൈപ്പാസ് നേരെ കാഞ്ഞിരംകുളം വന്ന്, കാഞ്ഞിരംകുളത്ത് നേരെ ഒരു മുടുക്കുണ്ട്. ഇത് ഈ മുടുക്ക് വഴി കട്ട് ചെയ്താണ് നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുന്നത്. സോ ഗൈസ് നമ്മളിവിടെ നേരെ കട്ട് ചെയ്ത് കയറാൻ പോകുന്നത്. ചേച്ചിയൊക്കെ ഏതൊക്കെ വഴി വരണം അവരിക്കനെ പറഞ്ഞു. നമ്മൾ നേരെ ഇത് താഴോട്ടല്ലേ കളിക്കുക. സോറി ഗൈസ്, താഴോട്ടല്ല, നമ്മൾ നേരെ ഈ ഹമ്പ് കയറി നേരെയാണ് പോകേണ്ടത്. സോ നമ്മൾ നേരെ ഹമ്പ് കയറി പോകുന്നുണ്ട്. ഹമ്പ് കയറി ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ചേച്ചി എടുത്ത് ചോദിച്ചായിരുന്നു, ആ ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടില്ല. ചേച്ചി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ്റെ അടുത്തെന്നാണ് പറഞ്ഞത്. ഈ ജംഗ്ഷനിൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്നുള്ള ചെറിയ കൺഫ്യൂഷൻ. സോ ഗൈസ് കൺഫ്യൂഷൻ. മാമൻ പറയും നേരെ വിട്ടിട്ട് ലെഫ്റ്റ് പിടിച്ചാൽ മതി. ഇവിടെ ഈ നമ്മളീ സൂര്യകാന്തി തോട്ടം ചോദിച്ച് എല്ലാവരും ഭയങ്കര ചിരിയോടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങോട്ടാണ് നേരെ പോയാൽ മതി കേട്ടോ, കുറച്ചേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊന്നും അങ്ങനെ മടിക്കും, മനസ്സിലായില്ല, നമുക്ക് അറിഞ്ഞുകൂടാ അവിടെ എവിടെയെങ്കിലും അപ്പുറത്ത്. ഇതെല്ലാവരും ചിരിച്ചുകൊണ്ടാണ് പറയണത്. സോ നമ്മൾ എത്തിയിരിക്കുന്ന ടിക്കറ്റ് 30 രൂപയാണ്. ഞാനാണ് ആദ്യം കയറിയത്. 2 ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് കയറുന്നുണ്ട്. മുടുക്കുവഴിയാണ് കയറിയത്. ഒട്ടകം, മാന്, മയില് എല്ലാം ഉണ്ട്. മയിലില്ല, സോറി യെസ്, ഞാൻ കൈ നിട്ടാണ്. ഒട്ടകമുണ്ട്, യെസ്. ഞാൻ മഞ്ഞാണ് ഇട്ടേക്കുന്നത്, ഫുൾ മഞ്ഞമായി അവിടെ മൊത്തം. നോക്കിക്കോ, ഒട്ടക. നേരെ നമ്മൾ ഏക്കർ കണക്കിനുള്ള സൂര്യത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. സൂര്യകാന്തി തോട്ടം. നിങ്ങൾ ഞെട്ടു എന്നാണ് പറഞ്ഞത്, ഞാൻ ഞെട്ടി. മീനിനൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു, ചൂണ്ടയൊന്നുമില്ല, കൈ കൊണ്ട് എടുക്കാനുള്ളൂ, അതൊന്നും വിഷയമില്ല. നമ്മൾ നേരെ പോകേണ്ടതാ. നിങ്ങൾ ഞെട്ടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഞെട്ടിക്കോ. വാഴത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വാഴത്തോട്ടത്തിന് ശേഷമാണ് ഇതിൻ്റെ യഥാർത്ഥ ഇത് കാണാൻ പോകുന്നത്. ഇത് മീനും. സോ ഞാൻ ചായ കുടിച്ചിട്ട്, ചായയും പിന്നെ ആ സൂര്യകാന്തി നടക്കുന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായ മേടിച്ചാണ്. അങ്ങനെ സൂര്യകാന്തി തോട്ടത്തിനടുത്തെത്തി ചായ കുടിച്ചപ്പോൾ എൻ്റെ പൊന്നളിയാ, ചായ മേടിക്കില്ല, അത് അടിയിൽ പിടിച്ചിട്ടുണ്ട്, കരിഞ്ഞ്. ചായ ഞാൻ കുടിച്ചതേ ഭയങ്കര ഇതായിപ്പോയി, അടിയിൽ പിടിച്ചിട്ടുണ്ട് ചായ. പിന്നെ ഞാൻ കളഞ്ഞ്. ഇതാണ് സൂര്യകാന്തി തോട്ടം കണ്ട. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാം ഉറങ്ങിപ്പോയി കേട്ടോ. കണ്ട, ഒന്നും എണീറ്റ് നിൽക്കുന്നില്ല, എല്ലാം ഉറങ്ങി കിടക്കുക. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തോന്നുന്നു. അവർ പറഞ്ഞ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എണീറ്റ് നിൽക്കും. രാവിലെയൊക്കെ വൈകുന്നേരം നമ്മൾ പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ അസ്തമിക്കുന്ന സമയം, മനസ്സിലായില്ല. നമ്മൾ വെയിലൊക്കെ തണുത്തിട്ടുള്ളൊരിതിലാണ് പോയത്. ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുക, ഇത് തീരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതനുസരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, മനസ്സിലായി. ഇത് ന്യൂ ഇയറിൻ്റെ അന്നാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോഴാണ് പോകുന്നത്. ന്യൂ ഇയർ കഴിഞ്ഞ്
പുതുവർഷമായി, പുതുവർഷത്തിൻ്റെ ഓൾമോസ്റ്റ് പകുതിയൊക്കെ ആയപ്പോഴാണ് വന്നത്. നമ്മൾ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ നടുക്ക് അവർ വെച്ചിരിക്കുന്നത് ഭംഗിക്ക് വേണ്ടി. ഇതിങ്ങനെ നടക്കണമെങ്കിൽ നടന്നു പോകും, വലിയ ദൂരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, കുറച്ച് ഇതേ ഉള്ളൂ കേട്ടോ. വീഡിയോയിൽ കണ്ടതിലും കുഴപ്പമില്ല. സോ ഗൈസ് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഞാൻ അവൻ്റെ അടുത്ത് 1000 തവണ പറഞ്ഞ് പെട്രോളില്ലടാ, പെട്രോളില്ല, അവൻ കേട്ടില്ല. അവൻ പറഞ്ഞ് പമ്പ് വരെ എത്തും. ഇതാണ്ടാ മാക്കിനെ റോഡിൽ കിടന്ന് വണ്ടിയില്ലാതെ പെട്രോളില്ലാതെ വണ്ടി ഉരുട്ടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു നമ്മളുണ്ടായിരുന്ന ഇതൊക്കെ എൻ്റെ ഓരോ കന്നം തിരിയുള്ള ചേലമാണ്. നമ്മൾ നേരെ പെട്രോൾ അടിക്കാൻ പോകുന്നൊരു കാഴ്ചയാണ് ഗൈസ്. കാര്യം പെട്രോളില്ല. നമ്മളാണെങ്കിൽ 50 രൂപയ്ക്ക് അടിച്ചിട്ട് പോകാൻ നോക്കിയാണ് ഗൈസ്. എന്താണ് നമ്മൾ ഒറ്റ മൈൻഡാണ്. അതൊരു എത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ എത്തിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ പ്രയോഗപ്പെടുത്തും. ഓക്കെ ബൈ ഗൈസ്.